ഇൻവെസ്റ്റേഴ്സ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, US വിപണിയിലേക്ക് പോയി നോക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും അതായത് വെള്ളിയാഴ്ചയിൽ തിരിച്ചൊരു ബൗൺസ് ബാക്ക് പ്രധാനപ്പെട്ട US സൂചികളിലൊക്കെ നടത്തുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ സൂചികളിലും 1% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്തുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൂചികളിൽ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ സൂചികളിൽ താങ്കൾ വാച്ച് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും നവംബർ 29 ആയിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് 45,771 പോയിന്റ്. അതിനുശേഷം വി സോ വെരി വെരി ഹെൽത്തി കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ്. വെള്ളിയാഴ്ച വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലും അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിലും ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ലോങ് ടേം ട്രെൻഡ് ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസ് 43,600, അതിനുശേഷം 44,400. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിൽ തന്നെ നമുക്ക് വീണ്ടും ബുള്ളിഷ്നെസ് ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ബിക്കോസ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. അതിനുശേഷം 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു. ബട്ട് അഗെയിൻ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും തിരിച്ചൊരു സ്ട്രോങ് ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 21,800 ആൻഡ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 20,800 ആയിരിക്കും. യെസ്, ഒപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് പോയ വാരത്തിൽ അത്ര ഒരു മികച്ച ഒരു നേട്ടമല്ലായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ഒരു ചേഞ്ചും ഇല്ല. ക്രൂഡ് സൈഡ് വേസ് പാറ്റേൺ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മേജർ റെസിസ്റ്റൻസ് ആയിട്ട് WTI ക്രൂഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $71 to $72 റെസിസ്റ്റൻസും $66 ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഒപ്പം സ്വർണത്തിലേക്ക് കൂടി വരികയാണ്. സ്വർണത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ലോ മാർജിനിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ട്രോയ് ഓൺസിൽ $2,640.55 എന്നൊരു നിലയിലാണ് സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സിൽ ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. പ്രധാനമായിട്ടും $2,600 മുകളിലേക്ക് നിലനിർത്താനായിട്ടും ഈ ഫ്യൂച്ചേഴ്സിൽ സാധിക്കുന്നുണ്ട്. ഗോൾഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഈ സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,590 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ $2,690 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിലേക്ക് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജസ് ഒക്കെ കൈവിട്ടുകൊണ്ടാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 23,587.5 എന്ന നിലയിൽ ഏകദേശം 1.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു വീക്ക്ലി ബേസ് നോക്കുകയാണെങ്കിലും 4% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു ട്രെൻഡ് വിലയിരുത്തൽ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി 50യിൽ കാണുന്നുണ്ടോ? അല്ല, നിഫ്റ്റി 50യുടെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് 5 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നഷ്ടമായിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും നിഫ്റ്റി 50യുടെ കേസിൽ 23,450 പോയിന്റ് വളരെ വളരെ മേജർ ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ഈ ആഴ്ച നമുക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. ഇന്ന് ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 24,300 പോയിന്റ്. 24,300 റെസിസ്റ്റൻസ് ഈ ആഴ്ച ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും വീണ്ടും ബുള്ളിഷ് ഹാൻഡ്സിലോട്ട് മാറും. ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും വളരെ ശക്തമായിട്ടുള്ള സെൽ ഓഫ് ആണ് നിഫ്റ്റി ബാങ്കിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ഡേ ഹൈ ആൻഡ് ലോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1000 പോയിന്റ്സിലധികം ഒരു ഡിഫറൻസ് ആണ് കടന്നു വന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 50,759.2 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിലായിരുന്നു ഒരു മേജർ ബോട്ടം കാണാൻ സാധിച്ചത് നവംബർ 21 അതിനുശേഷം നമ്മൾ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കണ്ടിരുന്നു. ആൻഡ് അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ച 8 ദിവസങ്ങളായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ഒരു 10-12 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വോളറ്റിലിറ്റി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 50,400 പോയിന്റ്. ബാങ്കിങ് സെക്ടറിലെ ഹെവി വെയ്റ്റ്സിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് രണ്ട് ചെറിയ PSU ബാങ്കിങ് സ്റ്റോക്സിൽ എനിക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ യൂക്കോ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 46 രൂപ. 46ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 49 അതിനുശേഷം 52 രൂപയോ ആയിരിക്കും. മറ്റൊരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഇസ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ മേജർ സപ്പോർട്ട് 48 രൂപയിലാണ് കാണുന്നത്. ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു പുതിയ ബൈങ് അവസരം ലഭിക്കും. അതിനോടൊപ്പം തന്നെ ബാങ്കിൽ തന്നെയും സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് 0.83% ഒരു ഇടിവിലായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു ട്രേഡിംഗിന്റെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെഷനിൽ നേരെ തോതിലൊരു ബൈങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. നല്ല വോളിയത്തിൽ ഒരു ബൈങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പ്രത്യേകിച്ചും ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും പിന്നീട് അവിടെ നിന്നൊരു ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്നത്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും ആയിട്ട് കാണുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് ഇപ്പൊ കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. 24-ലായിരിക്കും നമ്മൾ സപ്പോർട്ട് ഹോൾഡ് ചെയ്യേണ്ടത്. ബട്ട് നമുക്ക് പുതിയൊരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ ആദ്യം തന്നെ ഈ സ്റ്റോക്ക് 55 രൂപ 75 പൈസയുടെ റെസിസ്റ്റൻസും അതിനുശേഷം 26 രൂപ 45 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു വലിയ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ഒപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 3.5% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു ബൈങ് മൊമെന്റം കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്, ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ 1575 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1770-ലായിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ KPIT ടെക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. KPIT ടെക്കിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച 4% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത് എങ്കിൽ പോലും അതിന് മുന്നത്തെ ഒരു വീക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മുന്നത്തെ ഡേയ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സെൽ ഓഫിനെ പ്രതിരോധിക്കാനായിട്ട് KPIT ടെക് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. KPIT ടെക്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? KPIT ടെക്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് 1370 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ചാൻസസ് കാണുന്നുണ്ട്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് 1610 രൂപയായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ട്രെൻഡ് റിവേഴ്സൽ. എന്റെ ഇടയ്ക്ക് KPIT കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു ടെക്നോളജി സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ഇന്റലക്ട് ഡിസൈൻ നിഫ്റ്റി IT ഇൻഡെക്സിന് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇന്റലക്ട് ഡിസൈൻ. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 870 രൂപയിലും മേജർ സപ്പോർട്ട് 800 രൂപയിലുമാണ് കാണുന്നത്. 870 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 945-ലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം.
സർ അതിനോടൊപ്പം തന്നെ IPCA ലാബുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ നവംബറിന് ശേഷം ഫെബ്രുവരിക്ക് ശേഷം F&O സെഗ്മെന്റിൽ IPCA ലാബ് ഉണ്ടാകില്ല എന്നാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏതായാലും ഓഹരിയുടെ ഒരു പ്രകടനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലാണ് IPCA ലാബിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. IPCA ലാബിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇപ്കാൻ ലാബ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 1630 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1700 രൂപയിലായിരിക്കും. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ SJVNുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. SJVNിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? SJVNന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 109 രൂപ ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 120 രൂപ. 120ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 132ലായിരിക്കും. 132ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ സ്കൈ ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സജാദ് എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്കൈ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സ്കൈ ഗോൾഡിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം മറക്കരുത്. നമ്മൾ എസ്പെഷ്യലി നവംബറിന് ശേഷമുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഇതിൽ അല്പം മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. സോ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇത്തരം സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. പേഴ്സണലി ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യത്തില്ല. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് 460 480 ആൻഡ് ആസ് എ സപ്പോർട്ട് 400 380. വിവിധ പ്രേക്ഷകർ വിവിധ ടാറ്റ ഓഹരികളുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ടൊരു നെഗറ്റീവ് ടോണിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഓഹരിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഈ കഴിഞ്ഞ ദിവസം 2.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 715 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 830 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജിയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസം 2% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡേ ലോയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ ടെക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ ടെക്കിന്റെ കേസിൽ നമുക്ക് ബുള്ളിഷ് സിഗ്നലും കാണാൻ സാധിക്കുന്നില്ല. വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ലോ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇത് ലിസ്റ്റിംഗിന് ശേഷം തുടർച്ചയായിട്ട് സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെക്. അതിനോടൊപ്പം തന്നെ ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ട ഒരു ക്വറി കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ടാറ്റ എലക്സിയും കഴിഞ്ഞ ദിവസം 4% മുകളിൽ ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റ എലക്സിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ എലക്സിയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ച നമുക്ക് വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6800 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 7520ന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒപ്പം വിവിധ ഡിഫൻസ് ഓഹരികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. ഡിഫൻസ് ഓഹരികളിൽ ആദ്യമായിട്ട് BELമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BEL കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 2.5%-ലധികം ഇടിവിലാണ്. BELലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BELന്റെ കേസിൽ നമുക്ക് നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് ആക്ച്വലി ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എങ്കിലും ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു പുതിയ ബൈയിങ് സിഗ്നൽ ലഭിക്കാൻ ചാൻസസ് വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്.
സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 285 285 ആ ഒരു സപ്പോർട്ട് ഈ ആഴ്ച നിലനിർത്താൻ സാധിച്ചാൽ വരും സെഷൻസിൽ നമുക്ക് ഒരു പുതിയ ബൈങ് അവസരം ലഭിക്കും. മറ്റൊരു പ്രേക്ഷകൻ BHELുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് കഴിഞ്ഞ ദിവസം 2.5% മുകളിൽ ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. BHEL ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി BHELന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 218 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 260 രൂപയും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 280 രൂപയുടെ റെസിസ്റ്റൻസും ഇത് ബ്രേക്ക് ചെയ്യണം. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിട്ട് മറ്റു ഓഹരികളൊക്കെ ഒരു ഇടിവിൽ അവസാനിപ്പിച്ചപ്പോഴും 0.5% മുകളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഭാരത് ഡൈനാമിക്സിന് സാധിച്ചിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, പറഞ്ഞത് വളരെ ശരിയായിരുന്നു. നവംബർ മാസത്തിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു വീക്ക് ഓവറോൾ മാർക്കറ്റ് കാണുന്ന സമയത്ത് പോലും ഭാരത് ഡൈനാമിക്സ് കാര്യമായിട്ട് ഇടിവോ വോളറ്റിലിറ്റിയോ ഒന്നും കാഴ്ചവെച്ചില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1160 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1305. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ MRFുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. MRFിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഓഹരി കഴിഞ്ഞ ദിവസം ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. MRFിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? MRFിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഹൈ പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടത്തുമെന്ന്. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1,25,000 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ നമുക്ക് ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് 1,35,000 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ ബ്രിട്ടാനിയയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടാനിയ ഓഹരികൾ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ബ്രിട്ടാനിയയുടെ കേസിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4,600 രൂപയിൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ലോ റിസ്ക് ആയിട്ട് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഒരു പ്രേക്ഷകൻ ഇർക്കോൺ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ട് നിലനിർത്താനായിട്ട് ആ ഒരു ഇടിവിലുള്ള ഒരു മാർക്കറ്റിലും ഇർക്കോൺ ഇന്റർനാഷണലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ചയും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോൺ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇർക്കോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇർക്കോണിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ 2-3 ആഴ്ചയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ഈ സ്റ്റോക്ക് 250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 205 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിൽ എൻ്റെ അടുക്ക് ഇർക്കോണിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഒരു സിമിലർ പാറ്റേൺ എനിക്ക് കാണാൻ സാധിക്കുന്ന IREDAയുടെ കേസിൽ. IREDAയുടെ കേസിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 220 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു പ്രേക്ഷകൻ അദാനി എന്റർപ്രൈസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3% ഇടിവിലായിരുന്നു അദാനിയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 18 വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ആരംഭിച്ച ഒരു ഓഹരിക്ക് പിന്നീട് ആ ഒരു ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്യാനും സാധിച്ചിട്ടില്ല. അദാനി എന്റർപ്രൈസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
അഡാനി എന്റർപ്രൈസസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ആഴ്ചത്തെ ട്രേഡിൽ എനിക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജറായിട്ട് 3 റെസിസ്റ്റൻസ് ലെവൽസ്. ആദ്യത്തെ 2600, അതിനുശേഷം 2800, അതിനുശേഷം 3050. 3050ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകുന്നു. വിഷ്ണു എന്ന പ്രേക്ഷകൻ കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കല്യാൺ ജ്വല്ലേഴ്സ് നമുക്ക് സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് 786 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 700 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ടെക്സ്മാക്കോ റെയിലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സതീഷ് എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്മാക്കോ റെയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ഇന്റർനാഷണൽ ജെംജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്റ്റോക്ക് വെള്ളിയാഴ്ചയായിരുന്നു ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രേഡിംഗ് ഹിസ്റ്ററി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അതിനെ തുടർന്ന് നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് അഭിപ്രായം ഒന്നും തന്നെ നൽകാനില്ല. ടെക്സറയിലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടെക്സറയിലിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നേരത്തെ ഇർകോൺ ആൻഡ് IREDയെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സലിനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ ഈ സ്റ്റോക്ക് 227 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 242 രൂപയിലായി. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ ഓട്ടോ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ M&Mലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. M&Mലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? M&Mന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഓട്ടോ മേഖലയിൽ കണ്ടിരിക്കുന്ന സെൽ ഓഫ് ആൻഡ് പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് M&Mന്റെ കേസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2850 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് 3125 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഒപ്പം ഹ്യൂണ്ടായുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ഹ്യൂണ്ടായി മോട്ടോഴ്സിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹ്യൂണ്ടായി മോട്ടോഴ്സിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഹ്യൂണ്ടായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ആൻഡ് നമ്മൾ ഇതിന്റെ ഒരു ബ്രോഡ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. ബട്ട് ഈ ആഴ്ച നമുക്കൊരു ബുള്ളിഷ് ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 1835 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1670 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്.